ലോക ചെസ് കിരീടത്തിലുള്ള 9ാം ഗെയിം പോരാട്ടത്തിൽ വെള്ളക്കരുക്കുകൾ കൊണ്ട് കളിച്ച ഗുകേഷ് കറ്റാലൻ ഓപ്പണിംഗ് ആണ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഡിങ് ലിറന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഗുകേഷിന്റെ ആക്രമണത്തിന്റെ കുന്തമുനകൾ ഓടിച്ചു കളഞ്ഞു. 9ാം ഗെയിമും സമനിലയിൽ പിരിഞ്ഞതോടെ ഇരുവരും 4.5 പോയിന്റോടെ തുല്യ ശക്തികളായി നിലകൊള്ളുകയാണ്. ആദ്യത്തെ 7.5 പോയിന്റ് നേടുന്ന ആൾ ലോക ചെസ് കിരീട വിജയിയാകും. കളിയുടെ ആദ്യഘട്ടത്തിൽ ഡിങ് ലിറൻ ഓരോ കരുനീക്കങ്ങളും കൂടുതൽ സമയമെടുത്ത് ചെയ്തു. ഓപ്പണിംഗ് ഘട്ടത്തിൽ അനുവദനീയമായ സമയത്തിൽ 50 മിനിറ്റോളം ഡിങ് ലിറൻ എടുത്തപ്പോൾ ഗുകേഷ് എടുത്തത് വെറും 15 മിനിറ്റുകൾ മാത്രമാണ്. കരുനീക്കങ്ങൾക്ക് കൂടുതൽ സമയമെടുത്ത് എതിരാളിയെ ബോറടിപ്പിച്ച് സമനിലയിൽ എത്തിക്കുന്ന തന്ത്രവും ഡിങ് ലിറൻ പയറ്റുന്നുണ്ട്. പക്ഷേ ഓരോ കളികൾ കഴിയുമ്പോഴും ഡിങ് ലിറൻ ലോക ചെസ് കിരീട പോരാട്ടത്തിന് വേണ്ടി നല്ലതുപോലെ മരുത്തിരിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ഗെയിമിലും വ്യത്യസ്തമായ വേരിയേഷനുകളാണ് ഡിങ് ലിറൻ പയറ്റുന്നത്. പെട്ടെന്ന് കരുക്കൾ വെട്ടിമാറ്റുന്നതാണ് ഇരുവരും മുന്നേറിയത്. പക്ഷെ 2000 നീക്കത്തിൽ ഗുകേഷിന് എതിരാളികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ വലിയ അവസരമുണ്ടായിരുന്നു. പക്ഷേ ആസൂത്രിതമായ ചെറുത്തുനിൽപ്പിലൂടെ ഡിങ് ലിറൻ അതിജീവിക്കുകയായിരുന്നു. കളിയുടെ മിഡിൽ ഗെയിം കഴിഞ്ഞപ്പോൾ ഗുകേഷ് സമയത്തിന്റെ കാര്യത്തിൽ അല്പം പിന്നിലാണെങ്കിലും ബോർഡിലെ കരുക്കുകളുടെ പൊസിഷൻ നോക്കിയാൽ ഏതാണ്ട് സമനിലയിലേക്ക് തുല്യമായിരുന്നു. അതിനാൽ ഗുകേഷിന് സമയസമ്മർദ്ദത്തെ മറികടക്കാൻ സാധിക്കുകയും ചെയ്തു. തേരും കാലാളും മാത്രമുള്ളതായിരുന്നു എൻ ഗെയിം. എന്നാൽ അധികം ദീർപ്പിക്കാതെ 54ാം നീക്കത്തിനൊടുവിൽ ഇരുവരും സമനിലയിൽ പിരിയാനും തീരുമാനിച്ചു.